പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ എല്ലാ ദിവസവും വചനം ഞങ്ങൾക്ക് അയച്ചു തരുന്ന ഡീക്കനെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസവും പ്രഭാതത്തിൽ ഈ തലിത്താക്കും എന്ന പ്രോഗ്രാം കാണുമ്പോൾ അന്ന് ദേവാലയത്തിൽ അന്ന് വായിക്കാൻ പോകുന്ന വചനമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്. ആ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ആ കേൾവിയിലൂടെ ഞങ്ങൾ വിശദീകരിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ വചനം കേൾക്കുന്നതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം നമുക്ക് വചനം കേൾക്കുന്നതനുസരിച്ച് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മോട് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ വാക്യം, ഞാൻ പറയുന്ന വചനം നിങ്ങൾ കേൾക്കുകയും എന്നാൽ അത് പാലിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. പക്ഷേ വചനത്തെ ധിക്കരിക്കുന്നവനെ ശിക്ഷാവിധിക്ക് കാരണമാകും. അതുപോലെ തന്നെ വചനം ഓരോ ദിവസവും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വചനമാകുന്ന യേശുവിനോട് കൂടുതൽ സ്നേഹം നമ്മളിലുണ്ടാകും. അപ്പം നമുക്കൊരാഗ്രഹം, ഈ വചനങ്ങളൊക്കെ പാലിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടാകുന്നു. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവിടെ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡീക്കൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താനും ദൈവവചനം കൂടുതൽ പഠിക്കാനും വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും, അങ്ങനെ ഈ ലോകത്തിൽ ഞങ്ങൾ പാപം കുറച്ച് ചെയ്യുന്നവരായി, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പറയുന്നത് പോലെ ഓരോ ദിവസവും കേൾക്കുന്നത് ആ വചനം നമുക്ക് മറന്നു പോകാത്ത രീതിയിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള കൃപ ഇതിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തളർവാദക്കാരനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. അവൻ്റെ തളർവാദ രോഗം സൗഖ്യപ്പെടട്ടെ എന്നല്ല അവനോട് പറഞ്ഞത്, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. പാപം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. അപ്പോൾ പാപത്തിന് ഭാരമുണ്ട്. ആ ഭാരം മാറിപ്പോയപ്പോൾ അവന് ഊർജ്ജസ്വലനായി. അവൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ തക്കവിധം പ്രാപ്തനായി. നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ എടുക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മിൽ പാപം ഭരിക്കുന്നത് കൊണ്ടാണ്. പാപം ഒളിപ്പിച്ചു വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ പാപം എന്ന് പറയുന്നത് കുറച്ച് പ്രവൃത്തി മാത്രമല്ല, വാതിൽപ്പടിയിൽ പതിയിരിക്കുന്നുണ്ട് പാപം എന്ന് പറഞ്ഞാൽ പാപം ഒരു വ്യക്തിയാണ്, പിശാചാണ്. പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിനെ ഒഴിവാക്കുകയാണ്. അതുകൊണ്ടാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. പിശാചിനെ വെറുത്തുകൊണ്ട് ആ പിശാചു വസിച്ച വ്യക്തിയെ സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പാപം എന്നിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ചെയ്യാനും ഞാൻ സ്വതന്ത്രനാകുവാനും സാധിക്കും. ഇതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യവും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഈ വചനത്തിൽ പറയുകയാണ്, മനുഷ്യപുത്രന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളൂ.
അപ്പോൾ ആ പാപം ക്ഷമിക്കുന്ന മനുഷ്യപുത്രൻ എന്നിലും നിന്നിലും വസിക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും നാം ഒരുവനോട് ക്ഷമിക്കുമ്പോൾ. അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിനക്കെങ്കിലും മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. എൻ്റെ ഉള്ളിൽ തമ്പുരാൻ വസിച്ചത് കൊണ്ടാണ് എന്ന ഒരു ബോധ്യം നമുക്ക് കിട്ടും. നമുക്ക് ക്ഷമിക്കാം, നമുക്ക് അവനെ നമ്മുടെ ഉള്ളിൽ വളർത്താം. അതിനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദൈവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.